ആ സ്നേഹനാളം അണഞ്ഞു. ഫ്രാൻസിസ് പാപ്പ. 2025 ഏപ്രിൽ 21 രാവിലെ റോമിലെ പള്ളിമണികൾ ഒരേ സമയം മുഴക്കിയത് വിലാപത്തിൻ്റെ ഈണമായി മാറി. അത് ആ കടന്നുപോക്കിൻ്റെ സന്ദേശം അറിയിക്കലായിരുന്നു. ആ സ്നേഹനാളം അണഞ്ഞുപോയി എന്ന സന്ദേശം. ബെനഡിക്ട് 16 മാർപ്പാപ്പയുടെ അപ്രതീക്ഷിതമായ രാജിയെ തുടർന്ന് 2013 മാർച്ച് 13 അർജന്റീനയിലെ ബ്യൂനസ് ഐറീസ് ആർച്ച് ബിഷപ്പ് കർദിനാൾ ഹോർഹെ മാരിയോ ബർഗോളിയോ മാർപ്പാപ്പയായി തെരഞ്ഞെടുക്കപ്പെട്ടത്. കത്തോലിക്ക സഭയുടെ 266 പാപ്പ. ഈശോ സഭയിൽ നിന്നും ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളിൽ നിന്നുമുള്ള ആദ്യത്തെ മാർപ്പാപ്പ എന്നത് സവിശേഷത. ഫ്രാൻസിസ് എന്ന പേര് സ്വീകരിച്ച ആദ്യത്തെ മാർപ്പാപ്പയും അദ്ദേഹമാണ്. ഇറ്റലിയിൽ നിന്നും അർജന്റീനയിലേക്ക് കുടിയേറിയവരായിരുന്നു പാപ്പയുടെ കുടുംബം. മാരിയോ ഹൊസെ ബർഗോളിയോ റെജീന സിവോറി ദമ്പതികളുടെ മകനായി 1936 ഡിസംബർ 17 ഹോർഹെ ബർഗോളിയോയുടെ ജനനം. ആൽബർട്ടോ, ഓസ്കർ, മർത്ത റെജീന, മരിയ എലന എന്നിവരായിരുന്നു സഹോദരങ്ങൾ. റെയിൽവേ ജീവനക്കാരനായ പിതാവ് ഹൊസെ ബർഗോളിയോയും വീട്ടമ്മയായ അമ്മ റെജീന സിവോറിയും തികഞ്ഞ ദൈവവിശ്വാസത്തിലാണ് മക്കളെ വളർത്തിയത്. അതുകൊണ്ടുതന്നെ ഒരു വൈദികൻ ആകണമെന്ന ആഗ്രഹം ഹോർഹെയുടെ ഉള്ളിൽ രൂപപ്പെട്ടിരുന്നു. പ്രാഥമിക വിദ്യാഭ്യാസത്തിനു ശേഷം 1949 ബ്യൂനസ് ഐറീസിലെ റാമോസ് മെജിയ സലേഷ്യൻ കോളേജിൽ പഠനം ആരംഭിച്ചു. ബ്യൂനസ് ഐറീസ് സർവകലാശാലയിൽ നിന്നും രസതന്ത്രത്തിൽ ബിരുദാനന്തര ബിരുദവും നേടി. ഇതിനിടയിൽ ഗുരുതരമായ ശ്വാസകോശ രോഗം ബർഗോളിയോയെ ബാധിച്ചിരുന്നു. 21 വയസ്സിൽ വിധേയനാകേണ്ടി വന്ന ശസ്ത്രക്രിയയിൽ ശ്വാസകോശത്തിൻ്റെ കുറച്ചു ഭാഗം നീക്കം ചെയ്യേണ്ടി വന്നു. അപ്പോഴേക്കും തൻ്റെ ദൈവവിളി ശക്തമായി ബർഗോളിയുടെ ഉള്ളിൽ രൂപപ്പെട്ടു. വൈദിക വിദ്യാർത്ഥിയായി ഈശോ സഭയിൽ ചേർന്ന ബർഗോളിയോയ്ക്ക് ഒപ്പമുണ്ടായിരുന്നവരിൽ അധികം പേരും പ്രായത്തിൽ ചെറുപ്പമായിരുന്നു. ശ്വാസകോശ ശസ്ത്രക്രിയയ്ക്ക് ശേഷമുള്ള ബുദ്ധിമുട്ടുകൾ പ്രാർത്ഥന കൊണ്ട് മറികടക്കുകയായിരുന്നു ബർഗോളിയോ. 1958 മാർച്ച് 11 വൈദിക വിദ്യാർത്ഥിയായി ഈശോ സഭയിൽ ചേർന്നത്. 1958 ചിലയിലെ സാന്തിയാഗോ പാദ്രെ ഹുർത്താദോയിൽ ഹ്യൂമാനിറ്റീസ് പഠനം. 1961 പിതാവിനുണ്ടായ ഹൃദയാഘാതവും ആശുപത്രി ചികിത്സയ്ക്കൊടുവിലുള്ള അദ്ദേഹത്തിൻ്റെ ദേഹവിയോഗവും 5 മക്കളടങ്ങുന്ന ആ സാധാരണ കുടുംബത്തിന് കനത്ത ആഘാതമായി മാറി. കുടുംബത്തിലെ മൂത്ത മകനായ ഹോർഹെയ്ക്ക് അത് ഒരു കഠിന കാലമായിരുന്നു എന്നത് എടുത്തു പറയേണ്ടതാണ്. 1963 ബ്യൂനസ് ഐറീസിലെ സാൽമിഖുവേൽ സെമിനാരിയിൽ ഫിലോസഫി പഠനം. 1964-65 അർജന്റീനയിലെ സാന്താഫോ ജെസ്യൂട്ട് സെക്കൻഡറി സ്കൂളിൽ അധ്യാപകൻ. 1966 കോളജിയോ ഡെൽ സാൽവദോർ സെക്കൻഡറി സ്കൂളിൽ അധ്യാപകൻ. 1967-70 സാൻ മിഖുവേൻ സെമിനാരിയിൽ ദൈവശാസ്ത്ര പഠനം. 1969 ഡിസംബർ 13 വൈദിക പട്ടം സ്വീകരിച്ചു. ബർഗോളിയോയ്ക്ക് അപ്പോൾ 33 വയസ്സ്. ക്രിസ്തു പരസ്യജീവിതം തുടങ്ങിയ അതേ പ്രായം. പ്രായത്തിൽ കവിഞ്ഞ പക്വതയുണ്ടായിരുന്ന അദ്ദേഹം വളരെ വേഗം പൗരോഹിത്യ ജീവിതത്തിലെ
ഓരോ പടികൾ കയറി തുടങ്ങി. 4 വർഷത്തിനകം സഭയുടെ പ്രാദേശിക തലവനായി. 1973 മുതൽ 79 വരെ അർജന്റീനയിലെ ജെസ്യൂട്ട് സഭയുടെ പ്രൊവിൻഷ്യൽ. 1980-86 കൊളേജിയോ മാക്സിമോ സെമിനാരി റെക്ടർ. 1986 ഡോക്ടറൽ പഠനം പൂർത്തിയാക്കി ജർമ്മനിയിലേക്ക് ഉപരിപഠനത്തിന് പോയി. 1992 ബ്യൂനസ് ഐറിസിന്റെ സഹായമെത്രാനായി നിയമനം. 1997 ജൂൺ 3 ബ്യൂനസ് ഐറിസ് അതിരൂപതയുടെ കോഡ്ജറ്റർ ആർച്ച് ബിഷപ്പായി നിയമനം. 1998 ഫെബ്രുവരി 28 ബ്യൂനസ് ഐറിസ് ആർച്ച് ബിഷപ്പായി നിയമനം ലഭിച്ചു. അർജന്റീനയിലെ പൗരസ്ത്യ സഭകളുടെ ചുമതലയും ഇതോടൊപ്പം ആർച്ച് ബിഷപ്പ് ബംഗോളിയോയ്ക്ക് ലഭിച്ചു. വാക്കിലും പ്രവൃത്തിയിലും ലാളിത്യം പ്രകടിപ്പിക്കുന്ന അദ്ദേഹം ആർച്ച് ബിഷപ്പായിരിക്കെ ഔദ്യോഗിക വസതി വേണ്ടെന്ന് വച്ച് സാധാരണക്കാർക്കൊപ്പം പൊതുവാഹനത്തിൽ സഞ്ചരിച്ചതും അദ്ദേഹത്തിന്റെ വ്യക്തിത്വ പ്രഭാവം. 2001 ഫെബ്രുവരി 21 ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ കർദിനാൾ സ്ഥാനം നൽകി. റോമൻ കുരിയായിൽ വിവിധ പദവികളും ഇതോടൊപ്പം കർദിനാളിനെ തേടി വന്നു. ബ്യൂനസ് ഐറിസ് ആർച്ച് ബിഷപ്പായിരുന്ന കാലം തൊട്ടേ അദ്ദേഹം പ്രദർശിപ്പിച്ച വ്യത്യസ്തമായ നിലപാടുകളും മനുഷ്യാഭിമുഖ്യവും അർജന്റീനയിൽ അദ്ദേഹത്തിന് നിരവധി ആരാധകരെ നേടിക്കൊടുത്തു. സമൂഹത്തിനു വേണ്ടി വളരെയധികം കാര്യങ്ങൾ അദ്ദേഹം ചെയ്തു. എന്നാൽ അവയുടെ പിന്നിൽ താനാണെന്ന് വരുത്തി തീർക്കാൻ അദ്ദേഹം തുനിഞ്ഞില്ല. എന്തു ചെയ്താലും മുൻനിരയിലേക്ക് വരാതെ ഒതുങ്ങി ജീവിക്കുന്ന പ്രകൃതമായിരുന്നു കർദിനാൾ ബർഗോളിയോ. അതുകൊണ്ട് തന്നെ സമൂഹത്തിലെ മറ്റ് സാധാരണക്കാർക്ക് കർദിനാൾ ബർഗോളിയോ പലപ്പോഴും ഒരു അപരിചിതനെ പോലെയായിരുന്നു. 2005 ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ ദിവംഗതനായ ശേഷം നടന്ന മാർപ്പാപ്പ തെരഞ്ഞെടുപ്പിൽ അവസാന റൗണ്ട് വരെ അദ്ദേഹം പരിഗണിക്കപ്പെട്ടു എന്നത് എടുത്തു പറയേണ്ട സവിശേഷത. 2005 മുതൽ 2011 വരെ അർജന്റീന കാത്തലിക് ബിഷപ്സ് കോൺഫറൻസ് അധ്യക്ഷനായിരുന്നു കർദിനാൾ ബർഗോളിയോ. ബെനഡിക്ട് 16 മാർപ്പാപ്പയുടെ അപ്രതീക്ഷിത രാജിയെ തുടർന്ന് 2013 മാർച്ച് 13 അദ്ദേഹം മാർപ്പാപ്പയായി തെരഞ്ഞെടുക്കപ്പെട്ട വാർത്ത അർജന്റീനയിലെ സഭാ നേതൃത്വവും വിശ്വാസികളും അത്ഭുതത്തോടെയാണ് കേട്ടത്. അവിശ്വസനീയമായ ഒരു വാർത്ത പോലെയായിരുന്നു അവർക്കത്. മാർപ്പാപ്പ ഫ്രാൻസിസ് എന്ന പേര് സ്വീകരിച്ചു. ആദ്യ പ്രസംഗത്തിൽ അദ്ദേഹം പറഞ്ഞു, ഇപ്പോൾ നാം പാപ്പായും അജഗണവും നമ്മുടെ യാത്ര ആരംഭിക്കുകയാണ്. ഈ യാത്ര എല്ലാ സഭകളുടെയും ജീവകാരുണ്യത്തിനും വേണ്ടിയാകണം. സാഹോദര്യം, സ്നേഹം, വിശ്വാസം എന്നിവയിൽ അധിഷ്ഠിതമായിരിക്കണം. നമുക്ക് പരസ്പരം പ്രാർത്ഥിക്കാം. ലോകം മുഴുവനും വേണ്ടി സാഹോദര്യത്തിനായി പ്രാർത്ഥിക്കാം. ഞാൻ നിങ്ങളെ ആശീർവദിക്കും മുമ്പ് ദൈവം എന്നെ അനുഗ്രഹിക്കാൻ നിങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞ് അജഗണത്തിന് മുൻപിൽ ശിരസ് നമിച്ച മറ്റൊരു മാർപ്പാപ്പയും ആഗോള കത്തോലിക്ക സഭയുടെ ചരിത്രത്തിൽ ഉണ്ടായിട്ടില്ല. ലളിതവും അതേസമയം അനിതര സാധാരണവുമായിരുന്നു ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ജീവിതം. വത്തിക്കാനിലെ ഔദ്യോഗിക വസതിയിലെ ആഡംബരങ്ങൾ ഒഴിവാക്കി പകരം അതിഥി മന്ദിരത്തിലെ മുറികൾ സ്ഥിരവാസത്തിന് തെരഞ്ഞെടുത്തതും അലങ്കാര ചേലുകളില്ലാത്ത വസ്ത്രങ്ങൾ അണിഞ്ഞും അധികാര ചിഹ്നമായ മോതിരത്തിൽ സ്വർണം ഒഴിവാക്കിയും ഫ്രാൻസിസ് മാർപ്പാപ്പ നമുക്ക് മുമ്പിൽ വരച്ചിട്ടത് ലാളിത്യത്തിന്റെ ചിത്രങ്ങളാണ്. കത്തോലിക്ക സഭയുടെ ഭരണസ്ഥിരാകേന്ദ്രമായ വത്തിക്കാനിലെ പ്രധാന ചുമതലകളിൽ സ്ത്രീകളെ നിയോഗിച്ചും അദ്ദേഹം കാലത്തിന്റെ ചൂരെഴുത്തുകൾക്ക് ഒപ്പം നിന്നു. മതിലുകെട്ടിയും വിമാനത്തിൽ കയറ്റിവിട്ടും അഭയാർത്ഥികളെ ആട്ടിപ്പായിച്ച
US നിലപാടിനെ വിമർശിക്കാൻ നാവുയർത്തിയ പാപ്പ മതിലുകളല്ല പാരസ്പര്യത്തിൻ്റെ പാലങ്ങളാണ് പണിയേണ്ടതെന്ന് ആഹ്വാനം ചെയ്ത് മനുഷ്യസ്നേഹത്തിൻ്റെ ഉദാത്തത വിളംബരം ചെയ്തു. കാലാവസ്ഥ മാറ്റം മനുഷ്യനിർമ്മിതമാണെന്ന് ആവർത്തിച്ച് പാപ്പ മനുഷ്യരുടെ കരച്ചിലിനു മാത്രമല്ല ഭൂമിയുടേതിനും ലോകം കാതോർക്കണമെന്ന് ഓർമ്മിപ്പിച്ചു. ചില പ്രധാന സംഭവങ്ങളിലൂടെ കണ്ണോടിക്കാം. 2014 ജൂലൈ 7 വൈദികർ നടത്തിയ ഗുരുതരമായ കുറ്റങ്ങൾക്കു വേണ്ടി ലോകത്തോട് മാപ്പ് പറഞ്ഞു. 2014 ഡിസംബർ 18 മാർപ്പാപ്പയുടെ ഇടപെടലിലൂടെ അരനൂറ്റാണ്ടിനു ശേഷം US ക്യൂബ നയതന്ത്ര സഹകരണം പുനഃസ്ഥാപിക്കപ്പെട്ടു. 2015 ജൂൺ 18 കാലാവസ്ഥ വ്യതിയാനവും പരിസ്ഥിതി സംരക്ഷണവും സംബന്ധിച്ച പാപ്പയുടെ ചാക്രിക ലേഖനം. 2015 സെപ്റ്റംബർ 24 US കോൺഗ്രസിനെ അഭിസംബോധന ചെയ്ത ആദ്യ മാർപ്പാപ്പ. 2015 സെപ്റ്റംബർ 26 പ്രകൃതിയെ നശിപ്പിക്കാൻ ഒരു മനുഷ്യനും അധികാരമില്ലെന്നും ഐക്യരാഷ്ട്ര സംഘടനയുടെ പൊതുസഭയെ അഭിസംബോധന ചെയ്ത് ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ മുന്നറിയിപ്പ്. 2016 ഫെബ്രുവരി 19 അഭയാർത്ഥികളെ തടയാൻ മതിൽ നിർമ്മിക്കുമെന്ന് പറഞ്ഞ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെതിരെ ശക്തമായ വിമർശനം. മതിലുകളല്ല പാലങ്ങൾ പണിയുന്നവനാണ് യഥാർത്ഥ ക്രിസ്ത്യാനി. 2015 സെപ്റ്റംബർ 22 ചൈനയിൽ റോമൻ കത്തോലിക്ക ബിഷപ്പുമാരെ നിയമിക്കുന്നതിൽ മാർപ്പാപ്പയ്ക്ക് കൂടി അവകാശം നൽകുന്ന ചൈന വത്തിക്കാൻ കരാർ ഒപ്പിട്ടു. 2019 മെയ് 9 സഭയ്ക്കുള്ളിലെ ലൈംഗിക ആരോപണങ്ങളിലെ നടപടി സംബന്ധിച്ച് കൃത്യമായ മാർഗനിർദ്ദേശങ്ങൾ നിലവിൽ വന്നു. 2020 ഒക്ടോബർ 4 ചിലർ ആഡംബരത്തിലും മറ്റു ചിലർ പട്ടിണിയിലും കഴിയുമ്പോൾ സ്വകാര്യ സ്വത്ത് പരമമായ അവകാശമായി പരിഗണിക്കാനാവില്ലെന്ന സന്ദേശം നൽകുന്ന ഫ്രത്തേലി വുത്തി ഏവരും സഹോദരർ എന്ന ചാക്രിക ലേഖനം ഇറക്കി. 2022 ഏപ്രിൽ 1 കാനഡയിലെ കത്തോലിക്ക റെസിഡൻഷ്യൽ സ്കൂളുകളിൽ തദ്ദേശീയരുടെ കുട്ടികളോട് പതിറ്റാണ്ടുകളായി കാണിച്ച വിവേചനത്തിനും ക്രൂരതയ്ക്കും മാർപ്പാപ്പ മാപ്പ് പറഞ്ഞു. 2023 ഏപ്രിൽ 26 കത്തോലിക്ക സഭ മെത്രാന്മാരുടെ സിനഡിൽ പ്രതിനിധികളായി പങ്കെടുക്കുന്ന സ്ത്രീകൾക്ക് വോട്ടവകാശം നൽകാനുള്ള അനുമതി ഫ്രാൻസിസ് പാപ്പ നൽകി. ലോകം മുഴുവനുമുള്ള മനുഷ്യരിലും പരിസ്ഥിതിയിലും അദ്ദേഹത്തിൻ്റെ ശ്രദ്ധയുണ്ടായിരുന്നു. ഒരിക്കൽ ഫ്രാൻസിസ് പാപ്പ പറഞ്ഞു, സഹജീവികളെയും പരിസ്ഥിതിയെയും രക്ഷിക്കാൻ മനുഷ്യർ എന്നു മറന്നിട്ടുണ്ടോ അന്നെല്ലാം നാശങ്ങൾ ഉണ്ടാവുകയും ഹൃദയങ്ങൾ കഠിനമായി പോവുകയും ചെയ്തിട്ടുണ്ട്. വിദ്വേഷവും അസൂയയും അഹംഭാവവും ജീവിതങ്ങളെ നശിപ്പിക്കുമെന്നും ഓർമ്മിപ്പിച്ചു. അദ്ദേഹം ജീവിച്ചിരിക്കുമ്പോൾ പുറത്തിറക്കിയ ആത്മകഥാ പുസ്തകം ഇപ്പോൾ 100-ലേറെ രാജ്യങ്ങളിൽ ബെസ്റ്റ് സെല്ലറായി മാറിക്കഴിഞ്ഞു. തൻ്റെ മരണശേഷം ആത്മകഥ പ്രസിദ്ധീകരിച്ചാൽ മതിയെന്നായിരുന്നു ഇറ്റാലിയൻ ജേർണലിസ്റ്റ് കാർലോ മുസോയ്ക്കൊപ്പം പുസ്തകരചന ആരംഭിക്കുമ്പോൾ ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ തീരുമാനം. എന്നാൽ 6 വർഷത്തോളം നീണ്ട പ്രയത്നങ്ങൾ പൂർത്തിയായപ്പോൾ തീരുമാനം മാറ്റാൻ അദ്ദേഹം നിർബന്ധിതനാകുകയായിരുന്നു. അദ്ദേഹത്തിൻ്റെ ചാക്രിക ലേഖനങ്ങളെല്ലാം വളരെ പ്രസിദ്ധമാണ്. സാധാരണയായി ചാക്രിക ലേഖനങ്ങൾ അതത് കാലത്തെ മാർപ്പാപ്പമാർ കത്തോലിക്ക സഭയിലെ വിശ്വാസി സമൂഹത്തിന് മാർഗദർശനം നൽകുന്നതിനു വേണ്ടി എഴുതുന്നതാണ്. എന്നാൽ ലോകത്തിലെ സകല മനുഷ്യരെയുമാണ് ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ സമീപകാല ചാക്രിക ലേഖനങ്ങളും ഇപ്പോഴിറങ്ങിയ ആത്മകഥാ പുസ്തകവും അഭിസംബോധന ചെയ്യുന്നത്.
സ്ത്രീകളുടെ നേതൃത്വമാണ് പ്രതിസന്ധി കാലത്ത് പ്രതീക്ഷയുടെ വേറിട്ട അടയാളമെന്നും അവരാണ് ഭരണനിർവഹണത്തിൽ പുരുഷന്മാരെക്കാൾ മെച്ചമെന്നും മാർപ്പാപ്പ പുതിയ പുസ്തകത്തിൽ പറയുന്നുണ്ട്. സെൽഫി സംസ്കാരം ഉപേക്ഷിക്കണമെന്ന് അദ്ദേഹം പറയുന്നതിൽ തന്നെയുണ്ട് ഏറ്റവും ലളിതവും സുന്ദരവുമായ ഹൃദയസത്യം. ചുറ്റുമുള്ളവരുടെ കണ്ണുകളും മുഖങ്ങളും കൈകളും ആവശ്യങ്ങളും കാണുക. അതിലൂടെ സ്വന്തം മുഖവും സാധ്യതകൾ നിറഞ്ഞ സ്വന്തം കരങ്ങളും കാണുക എന്നുകൂടിയാണ് മാർപ്പാപ്പ ഓർമ്മിപ്പിക്കുന്നത്. പാവങ്ങളുടെ പാപ്പ എന്നറിയപ്പെട്ട മാർപ്പാപ്പ, കരുണയുടെ പാപ്പ എന്നും അറിയപ്പെട്ട മാർപ്പാപ്പ, അതെ, ഫ്രാൻസിസ് മാർപ്പാപ്പ മാത്രം. തന്നെ തിരഞ്ഞെടുത്ത കോൺക്ലേവിനെ കുറിച്ച് ഫലിത രൂപേണ അദ്ദേഹം പറഞ്ഞതിങ്ങനെ: എന്നെ കണ്ടെത്താൻ അവർ ഭൂമിയുടെ ഏതാണ്ട് അറ്റം വരെ പോയി എന്നാണ്. അങ്ങനെ യൂറോപ്പിന് പുറത്തുനിന്നുള്ള ആദ്യ പാപ്പ, വികസിച്ചുകൊണ്ടിരിക്കുന്ന ലോകത്തു നിന്നുള്ള ആദ്യ പാപ്പ, ജസ്വിറ്റ് സമൂഹത്തിൽ നിന്നുമുള്ള ആദ്യ പാപ്പ, ഫ്രാൻസിസ് എന്ന പേര് സ്വീകരിച്ച ആദ്യ പാപ്പ എന്നിങ്ങനെ ആദ്യ എന്ന് ചേർത്തുള്ള ഒട്ടേറെ വിശേഷണങ്ങൾ ഫ്രാൻസിസ് പാപ്പയിലൂടെ ഉണ്ടായി. മറ്റുള്ളവരോടുള്ള കരുണയുടെയും ലാളിത്യത്തിൻ്റെയും ഉൾക്കൊള്ളലിൻ്റെയും വൈവിധ്യങ്ങളെ മാനിക്കുന്നതിൻ്റെയും തുല്യതയുടെയും ഭൂമിയോടുള്ള കരുതലിൻ്റെയുമെല്ലാം സൂത്രവാക്യങ്ങൾ ചേർത്തുള്ള സ്നേഹത്തിൻ്റെ വ്യാകരണമായിരുന്നു ഫ്രാൻസിസ് പാപ്പ. അതുകൊണ്ടാണ് ലോകത്തിലെ ഏറ്റവും സ്വാധീനമുള്ള ആധ്യാത്മിക ആചാര്യൻ എന്ന പദവിയിലേക്ക് ലോകം ഫ്രാൻസിസ് പാപ്പയെ ഉയർത്തിയത്. കത്തോലിക്ക സഭയുടെ ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ വിശുദ്ധരെ പ്രഖ്യാപിച്ചത് ഫ്രാൻസിസ് മാർപ്പാപ്പയാണ്. 942 പേരെ അദ്ദേഹം വിശുദ്ധരായി പ്രഖ്യാപിച്ചു. ഇതിൽ 5 ഇന്ത്യക്കാരുമുണ്ട്. ചാവറ കുര്യാക്കോസ് ഏലിയാസ് അച്ചൻ, സിസ്റ്റർ ഏവു പ്രാസ്യ, മദർ മറിയം ത്രേസ്യ, മദർ തെരേസ, ദേവസഹായം പിള്ള എന്നിവരാണവർ. 3 മുൻ മാർപ്പാപ്പമാരെയും വിശുദ്ധ പദവിയിലേക്ക് ഉയർത്തി. ജോൺ 23-ാമൻ, ജോൺ പോൾ 2-ാമൻ, പോൾ 6-ാമൻ എന്നിവരാണവർ. പാപ്പ പറയുന്നു: എൻ്റെ പിതാവിൻ്റെ അമ്മയായ റോസ മുത്തശ്ശി എൻ്റെ വളർച്ചയിലും വികാസത്തിലും പ്രധാന പങ്കുവഹിച്ചു. എനിക്കൊപ്പം കളിച്ചു. തൻ്റെ കുട്ടിക്കാലത്ത് പാട്ടുകൾ പാടിത്തന്നു. എന്നെ പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ചു. അതുവരെ എനിക്കറിയില്ലായിരുന്ന മഹത് വ്യക്തിത്വങ്ങളെക്കുറിച്ച് എനിക്ക് പറഞ്ഞു തന്നു. അങ്ങനെയാണ് ഞാൻ ക്രിസ്തുവിനെ അറിഞ്ഞത്. മുത്തശ്ശിയെ ഒത്തിരി ഇഷ്ടമായിരുന്ന, സ്നേഹിച്ചിരുന്ന ബർഗോളിയോ ക്രിസ്തുവിനെയും സ്നേഹിച്ചു. അവൻ്റെ പുരോഹിതനായി. അവസാന നിമിഷം വരെ കർമ്മനിരതനായിരുന്നു. US വൈസ് പ്രസിഡന്റ് JD വാൻസുമായി കൂടിക്കാഴ്ച നടത്തി. അദ്ദേഹത്തിൻ്റെ മക്കൾക്ക് ചോക്ലേറ്റ് നൽകി. ആശംസകൾ നേരൽ, പ്രാർത്ഥനകൾ, അങ്ങനെ സജീവമായിരുന്നു പാപ്പ. ഈസ്റ്റർ ശുശ്രൂഷയ്ക്ക് നേതൃത്വം നൽകാൻ തൻ്റെ ആരോഗ്യം അനുവദിച്ചെങ്കിലും സെന്റ് പീറ്റേഴ്സ് ചത്തുരത്തിൽ ഒത്തുചേർന്ന 35,000 വിശ്വാസികളെ ആശീർവദിച്ചു. ഈസ്റ്റർ സന്ദേശം നൽകി. തൻ്റെ മുൻഗാമികൾ നിത്യനിദ്ര കൊള്ളുന്ന സെന്റ് പീറ്റേഴ്സ് ബസിലിക്കയിൽ നിന്നും മാറി തൻ്റെ പ്രിയപ്പെട്ട പ്രാർത്ഥനാ ഇടമായ ഈ മേരി മേജർ ബസിലിക്കയിൽ ഇനി ഫ്രാൻസിസ് പാപ്പ അന്ത്യവിശ്രമം കൊള്ളും. നമുക്കായി പ്രാർത്ഥിക്കാൻ സ്വർഗത്തിൽ ഒരു വിശുദ്ധാത്മാവ് കൂടി. നമുക്കും ഹൃദയം കൊണ്ട് അവിടത്തോട് ചേർന്ന് നിൽക്കാം. പ്രാർത്ഥനയിൽ സ്മരിക്കാം. പ്രിയപ്പെട്ട ഫ്രാൻസിസ് പാപ്പ, അങ്ങേക്ക് നിത്യവിശ്രാന്തി നേരുന്നു.